ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഒരു വാക്ക് ത്രൂ വീഡിയോ ആയിരുന്നു. സോ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലും എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പിലായാലും അതല്ല പേഴ്സണൽ മെസ്സേജ് ആയിട്ടായാലും ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പലർക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യം മീൻസ് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ അതെങ്ങനെയാണ് വേർട്ടിക്കലായിട്ട് റെൻഡർ ചെയ്തതെന്നൊരു ഡൗട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. സോ തുടങ്ങാം നമുക്ക്. അപ്പം ഇതിൻ്റെ മോഡലിംഗ് പരിപാടി കഴിഞ്ഞു, മെറ്റീരിയൽ അപ്ലൈയും കഴിഞ്ഞു, ലൈറ്റിംഗ് സ്റ്റേജ് മൊത്തം കംപ്ലീറ്റ് സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനിയിതിപ്പം റെൻഡർ ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ സീനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സീനൊക്കെ ഇവിടെ കാണാൻ പറ്റും. സീൻ 1, സീൻ 2, സീൻ 3. സോ നമുക്ക് വേണ്ട സീന് കറക്റ്റായി സെറ്റ് ചെയ്ത് സീൻ ആഡ് ചെയ്യുന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. സോ ഇതിൽ നിന്നും ആർക്കും ഡൗട്ട് ഉണ്ടാവത്തില്ല. അപ്പം വെയിറ്റ്, ഞാൻ അതിന് മുമ്പ് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അത് D5 അല്ല നിങ്ങളുടെ ഏതെങ്കിലും റെൻഡറിങ് സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. സോ നമ്മൾ അതിന് മുമ്പ് റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സീന് മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എന്തൊക്കെയാണ് അവിടെ ആ സീനിലുള്ളത് മൊത്തം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു ക്യാമറ ആദ്യം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സീനിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി എടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് നമുക്ക് ക്യാമറ പല വിധത്തിൽ ആംഗിൾ ചെയ്യാം. ജസ്റ്റ് ഒരു ക്യാമറ പ്ലേസ് ചെയ്ത് ചുമ്മാ റെൻഡർ അടിക്കാം. അതെല്ലാം മാക്സിമം കാര്യങ്ങൾ സീനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ റെൻഡർ ചെയ്യാം. സോ ഒരു നല്ലൊരു ഔട്ട് എടുത്താൽ എന്തായാലും ക്ലയൻറ്റ് എന്തായാലും ഇഷ്ടപ്പെടും. അതിന് ചുമ്മാ റെൻഡർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിനെന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ കവറാകുന്ന രീതിയിലാണ് സീൻ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സീൻ കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് കയറുന്ന ഭാഗമാണ്. ആക്ച്വലി ഇത് മെയിൻ ഡോറാണ്. സോ നമ്മുടെ മെയിൻ ഡോറിനകത്തേക്ക് വന്നാൽ ലൈക്ക് ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ഇവിടെ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ TV പോർഷൻ ഉണ്ട്. നമ്മുടെ എൻട്രൻസ് കാണുന്ന ഈ ഒരു യേശുവിൻ്റെ രൂപമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സോഫയുണ്ട്. അതിന് മുമ്പിൽ ഒരു ചെറിയ ടേബിൾ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. മീൻസ് എന്താണ് നമ്മുടെ ഒരു റൂമിനകത്തുള്ളത് അത് മൊത്തം ഞാൻ ഈ ഒരു കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കവർ ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ക്യാമറയുടെ ലൈക്ക് എന്താ പറയുക, ഫീൽഡ് ഓഫ് വ്യൂ. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ലൈക്ക് 71 എന്നുള്ളത് ലൈക്ക് ഇവിടെ കണ്ടോ FOV ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നത്. ഇതൊരു നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ലൈക്ക് നമ്മൾ കണ്ണിൽ എന്ത് കാണുന്നതിനുള്ളൊരു ഷോർട്ട് ഫോമാണത്. സോ ഞാനിവിടെ ഈ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സീൻ സെറ്റാക്കിയിട്ടുള്ളത്. നമുക്കിവിടെ ഇപ്പം വാല്യൂ കുറച്ച് കൊടുക്കുന്നത് ഇപ്പം അടുത്ത് വന്നല്ലോ. ലൈക്ക് എനിക്ക് ഈ ഒരു സീന് മാത്രമേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ FOV അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂയുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെപ്പോഴായാലും മീൻസ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ക്ലയൻറ്റിന് ഇതിപ്പം ഒരു ഫുൾ വീടൊക്കെ ആകുമ്പോൾ ക്ലയൻറ്റിന് ഇത് PDF ആയിട്ടാണ് റെൻഡർ ചെയ്ത് കൊടുക്കുക. ഫുൾ വ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുമ്മാ റാൻഡായിട്ട് റെൻഡർ ചെയ്ത് കൊടുക്കാതെ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റൂമിൽ കയറുന്നൊരു വ്യൂ, അതായത് കയറുമ്പം കാണുന്നൊരു വ്യൂ ആണ് ഞാൻ ഫസ്റ്റ് എപ്പോഴും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ PDF ഫയൽ ഇതിപ്പോൾ ഒരു 10-20 പേജ് അല്ലെങ്കിൽ ഒരു 10-40 പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പേജിൽ വരുന്ന ഫോട്ടോ ഞാനിതാണ് ഇപ്പം കൊടുക്കാറുള്ളത്. അതായത് നമ്മുടെ റൂമിനകത്തേക്ക് കയറുമ്പോൾ എന്ത് കാണും അതാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 75 ആണ്. സോ അത് നമുക്കിപ്പം വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യും. നമുക്ക് കണ്ടോ 90 കൊടുത്താൽ കുറച്ചുകൂടെ ഫാൻ അടക്കമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഫാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതും കൂടി കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ചെയ്തേക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് റൂമിലേക്ക് എന്തായാലും ആ റൂമിൽ എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അത് ക്ലയൻറ്റിന് മനസ്സിലാവണം. അല്ലെങ്കിൽ ക്ലയൻറ്റിന് നമുക്ക് നോക്കിയാൽ ഓക്കെ ഫൈൻ, നമ്മുടെ റൂമിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്, കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് ഈ ഒരു സീന് റെൻഡർ ചെയ്യാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴായാലും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തേക്കുന്നത് TVD ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ സിറ്റിംഗ് ഏരിയ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം ഈ സൈഡിൽ ചെറിയൊരു പാർട്ടീഷൻ കാര്യമുണ്ട്. ഞാനത് ഈ ഒരു സീനിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. മീൻസ് എനിക്കിവിടെ സോഫ മാത്രമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് മതിയാവും. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ ഒരു പാർട്ടീഷനും നമ്മുടെ ഒരു പ്രയർ ഏരിയയും കൂടി ഉൾക്കൊള്ളിച്ചുള്ളൊരു വ്യൂ എടുത്തിട്ടുള്ളത്. അതേസമയം ഇതിൻ്റെ വാല്യൂ ഒക്കെ കണ്ടോ, ഞാനിത് 50 റെൻഡർ ചെയ്തേക്കുന്നത്. മീൻസ് ഫീൽഡ് ഓഫ് വ്യൂ വാല്യൂ എന്താ വെച്ചാൽ എനിക്ക് മീൻസ് ഞാൻ ഈ സീനിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ല ഇങ്ങനെ ചെയ്താലാണ് എനിക്ക് ഭംഗി ഉണ്ടാവുക,
അതുകൊണ്ട് ഞാൻ ഇതേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? നമുക്ക് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം ഞാനിപ്പം റെൻഡർ ചെയ്യുന്ന സീൻ എത്ര ഏരിയ കവർ ചെയ്യണം, ലൈക്ക് അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. എന്നാലേ നമുക്കൊരു നല്ലൊരു ഫൈനൽ ഔട്ട് എപ്പോഴായാലും എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് നമ്മുടെ വീഡിയോ റെൻഡറിൽ വരുമ്പോഴും ഉണ്ടാകുന്നത്. ഞാനിപ്പം അതിലേക്ക് വരാം, അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. സോ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഇമേജ് റെൻഡറിൻ്റെ ഒരു സെക്ഷനിലെ ക്യാമറ വെക്കുന്നൊരു കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പറയാം. സോ 4ാമത്തെ ക്യാമറ ഞാനിപ്പോൾ വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ക്യാമറയിലേക്ക് വരുമ്പം, അതായത് ഞാൻ ഈ ഒരു ഡൈനിങ് റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് കുറച്ചധികം വ്യൂ കൂടി ഇവിടെ കവർ ആകുന്നത്. അതായത് സ്റ്റെയർ ഏരിയ വന്നു, പ്രയർ ഏരിയ വന്നു, ഈ റൈറ്റ് സൈഡിലെ ബെഡ്റൂമിൻ്റെ ചെറിയൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വാള് ജസ്റ്റ് ക്ലോക്ക് വെച്ച മീൻസ് കയറി വരുമ്പോൾ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡ് ഫുൾ വ്യൂ, ഞാനിത് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 80 ആണ് വാല്യൂ കൊടുത്തേക്കുന്നത്. മീൻസ് ഈ വാല്യൂ എന്ന് പറയുന്നത് അത് ഓരോ പ്രൊജക്റ്റിനും വെവ്വേറെ ആയിരിക്കും കേട്ടോ. അത് നിങ്ങളുടെ പ്രൊജക്റ്റ് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മീൻസ് നിങ്ങൾക്ക് സീനിൽ എന്തൊക്കെയാണോ കാണേണ്ടത് അതനുസരിച്ച് അത് കൂട്ടിയും കുറച്ചും നിങ്ങളാണ് കൊടുക്കേണ്ടത്. മീൻസ് ഞാനിപ്പോൾ ഇവിടെ 80 കൊടുത്തു, അല്ല ഞാനിപ്പോൾ അവിടെ 85 കൊടുത്തു, 50 കൊടുത്തു വെച്ചിട്ട് നിങ്ങളത് കോപ്പി ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മീൻസ് ആസ് എ ഡിസൈനർ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. എൻ്റെ വ്യൂവിലെടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ല ഇത്ര ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര വാല്യൂ കൊടുക്കണം. അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പം ഇത്രയാണ് ഒരു ഫോട്ടോ റെൻഡറിങ്ങിന് വരുന്ന ബേസ് കാര്യങ്ങൾ ഇത്രയുള്ളൂ. നമ്മുടെ വ്യൂവിൽ എന്ത് കവർ ചെയ്യണമെന്ന് നമ്മുടെ തന്നെ മൈൻഡിലൊരു ഇമേജ് വേണം. സോ അതിനനുസരിച്ച് വാല്യൂയും ക്യാമറ ആംഗിളും സെറ്റ് ചെയ്യുക, റെൻഡർ ചെയ്യുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഫോട്ടോ റെൻഡറിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നത്. സോ എപ്പോഴും നമ്മൾ സീന് ഫുള്ളായിട്ടൊന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്ക് തന്നെ മൈൻഡിൽ വേണമല്ലോ നമ്മുടെ സീനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഇങ്ങനെയൊക്കെ റെൻഡർ ചെയ്താൽ ഇങ്ങനെയൊക്കെ കിട്ടും. സോ അത് മീൻസ് ജസ്റ്റ് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫറെ മൈൻഡിൽ ഇരുന്നിട്ട് വേണം നിങ്ങളതൊക്കെ ചിന്തിക്കാൻ. നല്ലൊരു റെൻഡർ ഔട്ട്പുട്ട് എടുത്താൽ അതെന്തായാലും ക്ലയൻറ്റിന് ഇഷ്ടമാവും. ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുന്നതിലുപരി നമുക്ക് തന്നെ ഒരു സംതൃപ്തി കിട്ടും. ലൈക്ക് നല്ലൊരു ഔട്ട് എടുത്ത് കാണുമ്പം അതിൻ്റെ വാല്യൂയും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഇമേജ് റെൻഡറിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ വരുന്നത്. അപ്പം ഞാൻ ചാനലിൽ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ഹൊറിസോണ്ടലായിട്ടുള്ള ഫുൾ വാക്ക് ത്രൂ വീഡിയോ. അത് എങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് സൈഡിൽ 3ാമത്തെ ഐക്കൺ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ട്. സോ ഇത് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തേക്കുന്ന ക്ലിപ്പാണ്. ക്ലിപ്പ് 1, ക്ലിപ്പ് 2, ക്ലിപ്പ് 5 എന്നൊക്കെ ഉണ്ട്. സോ ഇത് ഞാൻ ലൈക്ക് അത് വിട്ടേക്ക്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും. സോ ഞാൻ ക്ലിപ്പ് 1 ഒന്നും ചെയ്യുന്നില്ല, ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ച സാധനമാണ്, കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾ ഈ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. സോ അത് വിട്ടേക്ക്. അപ്പം നമുക്ക് പുതിയൊരു സെറ്റപ്പായി ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ക്ലിപ്പിൽ പ്ലസ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ്. സോ ഇങ്ങനെയാണ് നമ്മുടെ പുതിയൊരു വീഡിയോ റെൻഡർ ചെയ്യുമ്പം അല്ലെങ്കിൽ പുതിയൊരു ആനിമേഷൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഡ് കറൻറ്റ് വ്യൂ കൊടുക്കുക. മീൻസ് നമ്മുടെ സീനിൽ എന്താണുള്ളത് അതിൻ്റെ വ്യൂ നമ്മൾ കൊടുക്കുക. അപ്പം ഈ ഒരു വ്യൂ കൊടുത്തിട്ട് ഇവിടെ വാല്യൂ ഫീൽഡ് ഓഫ് വ്യൂ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇവിടെ മാറും. സോ മുമ്പ് പറഞ്ഞ സെയിം സെറ്റപ്പാണ് നമ്മൾ ഫോട്ടോ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സെയിം മെത്തേഡിനാണ് ഇവിടെയും ആദ്യം ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഫീൽഡ് ഓഫ് വ്യൂ 90 തന്നെ ഇട്ടിട്ടാണ് 75 ഇട്ടിട്ടാണ് ഫസ്റ്റ് സീന് കൊടുത്തിട്ടേക്കുന്നത്. അപ്പം D5 റെൻഡറിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാമറ, അതായത് ഈ വീഡിയോ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ആയിട്ട് കറൻറ്റ് വ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്ലൈ മോഡാണ്. ഓർബിറ്റ് ഫ്ലൈ പോകുന്നുണ്ട്, അതിൽ ഫ്ലൈ മോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം WAD കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സീന് മൂവ് ചെയ്യാൻ പറ്റും. W മുമ്പോട്ട്, D റൈറ്റ്, A ലെഫ്റ്റ്, S പുറകിലോട്ട്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സീൻ വരുന്നത്. അപ്പോൾ ഞാൻ W പ്രസ് ചെയ്ത് കുറച്ച് മുമ്പോട്ടേക്ക് വന്നു, തന്നെ ഇവിടെ ആഡ് ക്യാമറ ഒന്നുകൂടെ കൊടുത്തു. സോ ഇതൊരു ക്ലിപ്പായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ? അതായത് ഞാൻ ആദ്യത്തെ
സീനിൽ എവിടെയാണോ ക്യാമറ ആഡ് ചെയ്തത് അവിടെ നിന്ന് സ്റ്റാർട്ടായി രണ്ടാമത്തെ സീൻ എവിടെ വരെയാണോ വേണ്ടത് മീൻസ് അവിടെ വരെയാണ് സീൻ ക്യാമറ മൂവ് ചെയ്ത് കൊണ്ടെത്തിച്ചു. ദെൻ അത് ക്യാമറയിലേക്ക് ആഡ് ചെയ്തു. പ്ലേ ബട്ടൺ ചെയ്യുമ്പോൾ പ്ലേ ആയി. ഓക്കെ അല്ലേ? ഇവിടെ ഈ 3 സെക്കൻഡ് എന്നുള്ളത് നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരു 6 ആക്കിയാൽ മീൻസ് അത് കുറച്ച് സ്ലോ ആയിട്ട് പ്ലേ ആകും. അതേസമയം 6 എന്നുള്ളത് 1 അല്ല ഒരു 2 ആക്കിയാൽ കുറച്ച് ഫാസ്റ്റായിട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് എത്തുന്ന ദൂരം 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. സോ നമുക്കിതൊരു 5 കൊടുക്കാം. ഈയൊരു വാല്യൂ, അതായത് ഒരു സെക്കൻഡിൽ നിന്ന് ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലേക്കുള്ള ദൂരം, അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ യു ആണ് കേട്ടോ. അത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കത് അത്രയാണോ ആപ്റ്റായിട്ട് തോന്നുന്നത് ആ ഒരു വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 5 കൊടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം സ്റ്റാർട്ടായി, സെക്കൻഡ് ഫ്രെയിം ഇവിടെ എത്തി. ഇതാ ഞാൻ ചെയ്യുന്നത് സീന് റൈറ്റിലേക്ക് കിട്ടുമെന്ന് തിരിച്ചു. ഓക്കെ, എനിക്കിത് ഓക്കെ ആണെന്ന് തോന്നി. ഇതാ ഞാൻ നെക്സ്റ്റ് ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ 3 ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം ഒറ്റ ഫ്രെയിമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇവിടെ പ്ലേ ആവും. കണ്ടോ? മീൻസ് അതായത് നമ്മുടെ സെക്കൻഡ് ഫ്രെയിം ഇവിടെ വെച്ചു, തേർഡ് ഫ്രെയിം ഇവിടെ വെച്ചു. അപ്പോൾ അവിടെ നിന്ന് അവിടത്തേക്ക് ഇങ്ങനെ സീന് ചരിഞ്ഞ് വരുന്നതുണ്ടോ? അങ്ങനെയാണ് ഈ വീഡിയോ ഇവിടെ സെറ്റാക്കുന്നത്. അതേസമയം ഞാൻ ഈ 3 സെക്കൻഡ് എന്നുള്ളത് ഒരു 5 സെക്കൻഡ് ഇവിടെയും കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ട്രാൻസിഷൻ എനിക്ക് കുറച്ച് സ്മൂത്തായിട്ട് വേണം. മേ ബി ഒരു 6 കൊടുത്തേക്കാം. ലൈക്ക് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ശരിയായ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്, ഒന്നും മെനക്കെട്ടാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത് മെയിനായിട്ട് ക്രിയേറ്റിവിറ്റിയാണോ വേണ്ടത്. ലൈക്ക് നിങ്ങളുടെ മൈൻഡിലൊരു വ്യൂ വേണം. മീൻസ് ഇങ്ങനെ ഒരു ക്യാമറ മൂവ്മെൻറ്റ് നടന്നാൽ ഭംഗിയായിരിക്കും എന്നുള്ളൊരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വേണം. എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് ഇതിൻ്റെ ടൂൾസ് മാത്രമാണ്. ലൈക്ക് ഇന്നത് ചെയ്താൽ ഇന്നതാവുന്ന മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. സോ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് മീൻസ് അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അത് പിന്നെ മെയിനായിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യം, ഇതെങ്ങനെയാണ് വേർട്ടിക്കലായിട്ട് റെൻഡർ ചെയ്യുന്നത്. സോ അതിന് ഞാൻ തിരിച്ച് നമ്മുടെ സീനിലേക്ക് വന്നു. ഇവിടെ ക്യാമറ ഐക്കൺ കണ്ടോ? ഓക്കെ വെയിറ്റ്, അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് D5 കയറുക, ദെൻ പ്രിഫറൻസിൽ വരിക. ഇവിടെ വിഡ്ജറ്റ് എന്നുണ്ടാവും. ഇവിടെ ഈ ഒരു അഡ്വാൻസ് ക്യാമറ ടൂൾ ബെറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് മേ ബി നിങ്ങളുടെ ചിലപ്പോൾ ഓഫായിട്ടായിരിക്കും ഉണ്ടാവുക. ഓഫായിട്ടുള്ളവർ അത് ഓൺ ആക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ എഡിറ്റ് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൈറ്റ് സൈഡിൽ പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ട് കാണാം. ഇവിടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമിലായിരിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. ഇത് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാനത് വേർട്ടിക്കലിലേക്ക് മാറ്റിയുള്ളത്. സോ ഇവിടെ നമുക്ക് 4:3, 3:2, 1:1, 9:16. സോ ഈ ഒരു റേഷ്യോ വെച്ചിട്ടാണ് ഞാനത് വേർട്ടിക്കലായിട്ട് റെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇവിടെ ന്യൂ ക്യാമറ ഇവിടെ ആഡ് ചെയ്തു. സോ ആഡ് സീൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീൻ വരുന്നത്. അപ്പോൾ ഇത് ക്യാമറ കുറച്ച് പുറകോട്ടാണുള്ളത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാനൊരു 15ലേക്ക് ഇട്ട് കൊടുത്തു. 15ലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ വേറൊരു വിൻഡോ വന്നിട്ടുണ്ടാവും. ഇത് പിൻ ചെയ്താണ്. നമുക്ക് ഈ ഒരു ഇതിനെന്താ ഇപ്പോൾ പറയുക, മീൻസ് നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ, ഫുൾ സ്ക്രീനൊക്കെ ആക്കുന്നത്. ആ ഒരു ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. സോ അത് നമ്മുടെ സീനിലേക്ക് വരും കേട്ടോ. അപ്പം ഇവിടെ ഒരു 10 കൊടുത്തു. നമ്മുടെ ഒരു ക്യാമറയിൽ കൊള്ളുന്ന ഭാഗം സെറ്റാക്കുകയാണ് ഇനി വേണ്ടത്. വേർട്ടിക്കൽ റെൻഡറിങ് സെറ്റപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ ഞാനിത് ഇവിടെ ഈ ഒരു സീനാക്കിയിട്ടൊന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ,
അപ്പം ഇത്രയേ ഉള്ളൂ വേർട്ടിക്കലായിട്ട് സ്ക്രീനിൻ്റെ റേഷ്യോ മാറ്റുന്ന ഒരു സ്റ്റെപ്പ് വരുന്നത്. പിന്നെ ക്യാമറ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. വീഡിയോ എടുക്കുക, ഈ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ആക്കുകയാണ്, ഡിലീറ്റ്. സോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ക്യാമറ സീൻ 43. സോ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് എഡിറ്റ് ക്യാമറയിൽ വരുന്നു, ഇവിടെ റേഷ്യോ മാറ്റുന്നു, 9:16 എടുക്കുന്നു, അതിവിടെ ക്യാമറ ആഡ് ചെയ്യുന്നു. ദെൻ 1, 2, 3 വീഡിയോ സെക്ഷനിലേക്ക് വരുന്നു, ആഡ് ക്യാമറ കൊടുക്കുന്നു. പിന്നെ വരുന്നത് മൂവ്മെൻ്റ് ആണ്. സോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് റൈറ്റോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഫസ്റ്റ് സീനിൻ്റെ വാല്യൂ ഒന്ന് മാറ്റിക്കോട്ടെ, അത് ചേഞ്ച് ആയിപ്പോയി. ഇത് ഫസ്റ്റ് സീന്, ഇത് ലാസ്റ്റ് സീന്. അതൊന്ന് പ്ലേ ആക്കിയാൽ സി അത്രയേ ഉള്ളൂ അത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഫോക്കസാണ്. ദെൻ അതിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്യുക, സെറ്റ് ഫോക്കസ് കൊടുക്കുക, ഈ ഒരു വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക. സി നമുക്കത് ബാക്കിൽ ബ്ലറായി നിൽക്കുന്ന കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് യൂസ് ആകുന്നതെന്ന് വെച്ചാൽ, ലൈക്ക് ഞാൻ വേറൊരു സീൻ കാണിച്ചു തരാം. ഒരു 50 കൊടുക്കുക. വേറൊരു സീന് ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഇവിടെ നിന്ന് ആഡ് ചെയ്തു, അതിൽ ഫോക്കസ് ഇതിലേക്ക് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലറാകുന്ന രീതി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സി അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വേറൊരു സീൻ ആഡ് ചെയ്തു, അതിൻ്റെ ഫോക്കസ് ഡിസേബിൾ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സീനിൽ ഫോക്കസ് നമുക്ക് ഈ ഒരു സംഭവമാണ്. അപ്പോൾ അത് പ്ലേ ആക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, കണ്ടോ, അത് ഫോക്കസ് മാറി അപ്പുറത്തേക്ക് എത്തി. അത് നമുക്ക് വേറെയും കുറച്ച് ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് മാറ്റി ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് സീനിൽ ഞാൻ ഇത് ആഡ് ചെയ്തു, രണ്ടാമത്തെ സീൻ ഞാൻ ഈ ഒരു സീൻ ആഡ് ചെയ്തിട്ട് ചെയർ ഫോക്കസ് കൊടുത്തു, മൂന്നാമത്തെ സീനിൽ ഞാൻ ഇവിടെ മൂന്നാമത്തെ സീനിൽ ആഡ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാൻ ഫോട്ടോ കൊടുത്തു, റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേ ആകുമ്പോൾ ഫസ്റ്റ് ഫോക്കസ് അവിടെയാണ്, സെക്കൻഡ് ഫോക്കസ് മാറി അത് ചെയറിലേക്ക് വന്നു, ദെൻ അത് ഫോട്ടോ ഫ്രെയിമിലേക്ക് മാറി. സി ഇങ്ങനെയാണ് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ആകുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്കിന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. വെയിറ്റ്, ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് കവർ ചെയ്യാം. സോ നമ്മളാദ്യം ലൈക്ക് സീനും ക്യാമറ മൂവ്മെൻ്റൊക്കെ ആഡ് ചെയ്തു. റെൻഡർ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ, അത് പറയാൻ വിട്ടുപോയി. സോ നമ്മളിതാ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു വീഡിയോ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഏത് റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടത് 4K 2K HD 1080p. ലൈക്ക് ഇതിൻ്റെ ഫ്രെയിം റേറ്റ് മാറ്റാം, 30 FPS ഉണ്ടാവും, അത് 60 വരെ ഉണ്ട്. മീൻസ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ വരുന്നത് ലൊക്കേഷനാണ്. സോ നമുക്ക് ഒന്നിക്ക് ഡയറക്റ്റ് റെൻഡർ ചെയ്യാം, അല്ല ഇവിടെ ക്യൂവിലിട്ടിട്ട് റെൻഡർ ചെയ്യാം, അതെന്തായാലും കുഴപ്പമില്ല. സോ നമ്മുടെ പാത്ത് സെലക്ട് ചെയ്യുക, പേര് കൊടുക്കുക, റെൻഡർ ചെയ്യുക. നിങ്ങളുടെ ക്വാളിറ്റി ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് റെൻഡർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ റെൻഡറിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പലരും എന്നോട് ഒരു റീല് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം മീൻസ് അതിൻ്റെ എഡിറ്റിംഗ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ചോദിച്ചത് എങ്ങനെ ചെയ്യാന്നുള്ളത്. മീൻസ് ഈ ഒരു
റെൻഡറിങ്ങിന് ഉപരി ആ ഒരു വീഡിയോ കാണുമ്പോൾ കൊള്ളാം എന്നുള്ളൊരു തോന്നലായിരിക്കുമല്ലോ, മീൻസ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാന്നുള്ളത് അതിൻ്റെ പുറത്തുകൂടെയാണ് ആൾക്കാർ ചോദിക്കുക. സോ എഡിറ്റിങ്ങിലെ കേസിലേക്ക് വരുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. സോ ഇതിൽ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മേ ബി നിങ്ങൾക്കിതൊരു കോംപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഇൻ്റർഫേസ് കാണുമ്പം താരതമ്യേന തുടക്കക്കാർക്ക് ഇതെന്താണെന്ന് ഒരു പിടി ഉണ്ടാകാൻ വഴിയില്ല. അപ്പം ഡാവിഞ്ചി റിസോൾവിനെ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത് ക്യാപ് കട്ടായിരിക്കും. ക്യാപ് കട്ട് PC വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഇത് കുറച്ചുകൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. മീൻസ് നമുക്ക് ഫോണിൽ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകുന്ന സെയിം സംഭവം. മീൻസ് നമ്മൾ ഫോണിലുള്ളത് നേരെ PC ഇടുന്നു, അത്രയേ ഉള്ളൂ. ഇത് മീഡിയ, ഓഡിയോ, ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മീൻസ് ഇതിനൊരു VPN വേണം ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. സോ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഞാൻ ഫുൾ സെറ്റാക്കിയാണ്. ഞാനിപ്പം ആ ഒരു നിങ്ങൾ റീൽ കണ്ട സെയിം സംഭവം ഷോർട്ട്, മീൻസ് ഞാൻ യൂട്യൂബിൽ ഷോർട്ട്സ് ആയിട്ട ഒരു സെയിം സംഭവം ഞാനിപ്പം ക്യാപ് കട്ടിലും റെഡി ആക്കിയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ഇത് ലോഗോ ആണ്, തന്നെ ഇത് ഓഡിയോ ആണ്. സോ നമ്മുടെ എഡിറ്റിങ്ങിൽ പ്രധാനമായിട്ട് വരുന്നത് നല്ലൊരു ഓഡിയോ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ലൈക്ക് കണ്ടല്ലോ, സീന് റെൻഡർ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഞാനിപ്പം ഈ ഒരു ട്രാൻസിഷൻ കണ്ടല്ലോ, ലെഫ്റ്റ് നിന്ന് റൈറ്റേക്ക് പോയി. ലൈക്ക് ഇത് റെൻഡർ ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റും. കറക്റ്റ് ഒരു ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെൻഡർ ചെയ്ത വ്യൂസാണ് ഇത്, ട്രാൻസിഷൻസ്. അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ. പക്ഷെ അത് ഒരു ഓഡിയോ ഇട്ട് എഡിറ്റ് ചെയ്യാൻ പറയുമ്പം ഒരു പടി സ്റ്റെപ്പിലേക്ക് മുകളിലേക്ക് നമ്മൾ വരണം. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നല്ലൊരു ഓഡിയോ കണ്ടുപിടിക്കണം. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പണി അതാണ്, ഒരു സ്യൂട്ടായിട്ടുള്ളൊരു ഓഡിയോ. അപ്പം വീഡിയോ സെറ്റ് ചെയ്ത് ഓഡിയോ ആഡ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്നത് ഓഡിയോക്ക് അനുസരിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. മേ ബി എല്ലാവരും അങ്ങനെ ആയിരിക്കും. സോ ഞാനൊരു പ്രൊഫഷണൽ എഡിറ്ററൊന്നും അല്ല കേട്ടോ. ഞാനിപ്പം ഈ ഒരു സംഭവത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന പലർക്കും ഇവൻ എന്താണ് പറയുന്നതെന്ന് ഒരു പക്ഷേ തോന്നാൻ സാധ്യതയുണ്ട്. സോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ലൈക്ക് ഞാനൊരു ബിഗിനർ മാത്രമാണ്. സോ ഞാനിപ്പം അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ എങ്ങനെ ചെയ്ത് എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇത് ശരിയായിക്കൊള്ളണമെന്ന് കൂടിയില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ ചെയ്തത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു. സോ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ D5 റെൻഡറിൽ വീഡിയോ കാര്യങ്ങൾ ഔട്ട് എടുത്തു. സോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് ഹൊറിസോണ്ടലായിട്ടുള്ള ക്ലിപ്പാണ്. സോ ഞാനത് വെർട്ടിക്കലായിട്ടുള്ളത് റെൻഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സീൻ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു റേഷ്യോ എന്നുണ്ട് 9:60 എന്നുള്ളത്, ഇവിടെ റേഷ്യോ മാറ്റി ദെൻ നമ്മുടെ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ഒരു നല്ലൊരു ഓഡിയോ, സ്യൂട്ടായിട്ടുള്ളൊരു ഓഡിയോ എനിക്ക് നല്ലതെന്ന് തോന്നിയത്, ഞാൻ ഇൻസ്റ്റയിൽ നിന്നാണ് ആക്ച്വലി എനിക്ക് ഓഡിയോ കിട്ടിയത്. ഞാൻ കുറേ റീൽസ് കണ്ട് ഷെയർ ചെയ്ത് എടുത്ത് ഓക്കെ ഫൈൻ ഇത് കൊള്ളാം. ദെൻ ആ ഓഡിയോ ആ റീൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു, ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ദെൻ അത് ഞാൻ ക്യാപ് കട്ടിലേക്ക് അല്ലെങ്കിൽ ഡാവിഞ്ചിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഓർഡറിൽ ഞാൻ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഡിയോ സെറ്റാക്കി ദെൻ പ്ലേ ചെയ്തു. കേട്ടോ, അവിടെ ഒരു മീൻസ് ഒരു ബീറ്റ് ചേഞ്ച് ആകുമ്പം ലൈക്ക് ഈ ഒരു ബീറ്റ് ചേഞ്ച് ആകുമ്പം അവിടെ ക്രോപ്പ് ചെയ്തു. മീൻസ് ഫസ്റ്റ് വീഡിയോ അവിടെ ഉണ്ടായി, അല്ലെ ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ അവിടെ ഉണ്ട് ചെയ്ത്. മീൻസ് ഇതിൻ്റെ ഡ്യൂറേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സോറി, കണ്ടോ, ഇത് ഡ്രാഗ് ചെയ്ത് ഇത്രയും നീട്ടാൻ പറ്റും. അതായത് ഞാൻ റെൻഡർ ചെയ്ത വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇവിടെ വരെയുണ്ട്. അതാണ് ഞാൻ ക്രോപ്പ് ചെയ്ത് ഇവിടെ വരെ ആക്കിയത്. മീൻസ് എനിക്ക് ആ ബീറ്റിനനുസരിച്ച് അത്രേ ആവശ്യമുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ എനിക്കത്. സോ ഞാൻ ആ ഫസ്റ്റ് ക്ലിപ്പ് അവിടെ ക്രോപ്പ് ചെയ്തു. ദെൻ അടുത്ത ക്ലിപ്പ് അതിന് ശേഷമാണ് വരുന്നത്. അതവിടെ തീർന്നു. ദെൻ
ഇതാണ് എഡിറ്റിങ്ങിൻ്റെ മെയിൻ സംഭവം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ റെൻഡർ ചെയ്തത് എന്നുള്ള മെയിൻ സംഭവം ഇതാണ്. ബീറ്റിനനുസരിച്ച് നമ്മുടെ ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചുതരാം കേട്ടോ. തത്ത സി അത് കുറച്ച് ബീറ്റ് കട്ടാകുന്നതനുസരിച്ച് നമ്മുടെ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അവിടെ കുറച്ച് ഇത് 1 സെക്കൻഡ് തികച്ചുണ്ടാകത്തില്ല. കണ്ടോ, ഈ നമുക്ക് ഓഡിയോ വേവ് കണ്ടോ കൂടിയും കുറഞ്ഞും കിടക്കുന്നത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. സി എനിക്ക് ഈ ഓഡിയോ ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തി ഇത് ഇവിടെ താണു, ഇവിടെ പൊന്തി ഇവിടെ താണു, അങ്ങനെ താഴ്ന്ന് എടുത്ത വരെ ക്ലിപ്പ് വെച്ചിട്ട് ഇതാണ് സംഭവം. അപ്പം ഈ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഞാൻ അത്ര കാളല്ല, മീൻസ് ഞാനിതിൽ പ്രൊഫഷണലും അല്ല. അപ്പം എൻ്റെ മെയിൻ ടിപ്പ് ഇത്രയേ ഉള്ളൂ, ബീറ്റിനനുസരിച്ചിട്ട് വിഷ്വൽസ് കട്ട് ചെയ്യുക. എനിക്ക് ഈ ഒരു പോർഷൻ്റെ അകത്ത് മീൻസ് ഞാൻ ചെയ്തതിൽ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതൊന്നുകൂടി എടുത്തെടുത്ത് പറയുന്നത്. ഇത് ചെയ്തതും അങ്ങനെയാണ്. ദെൻ അവിടെ ഒരു ബ്ലാക്ക് ലേഔട്ട് വെച്ചു. സി ലോഗോ വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മീൻസ് ഞങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. മീൻസ് അത് എത്രത്തോളം ആക്യുറേറ്റായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിനോ അല്ലെ മനസ്സിലാക്കി തരാൻ ഞാൻ ആളാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. D5 ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു, തന്നെ അത് റെൻഡർ ചെയ്യുന്നു. അത് റെൻഡർ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തരുന്നു. മീൻസ് ക്യാമറയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ദെൻ ഹൊറിസോണ്ടൽ വീഡിയോയും വെർട്ടിക്കൽ വീഡിയോയും അത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ക്ലിപ്പ് നമ്മൾ നേരെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക്, അത് ഞാനിപ്പം ഡാവിഞ്ചിയാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ CapCut മീൻസ് നിങ്ങളേതാണോ, അല്ലെങ്കിൽ CapCut, ഡാവിഞ്ചി, പിന്നെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ VN, KineMaster എക്സെട്ര. മീൻസ് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടായിട്ട് തോന്നുന്നത് അത് ഏതുമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നമ്മുടെ നല്ലൊരു ഓഡിയോ കണ്ടുപിടിക്കുക, ഓഡിയോക്ക് അനുസരിച്ചിട്ട് വീഡിയോ സെറ്റാക്കുക, റെൻഡർ എടുക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് കരുതുന്നു. വല്ലതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്നോട് ഡൗട്ടോ വല്ലതുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. സോ യാ